ടോവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 3 ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ ക്യാരക്ടറാണ്. മോഹൻലാലിന്റെ സൗണ്ടിലാണ് തുടങ്ങണം. ലാലേട്ടൻ സൗണ്ടിലാണ് തുടങ്ങുന്നത്. ശരിയാണ്. പടം എങ്ങനെയുണ്ട്? നല്ല പടം. ഹിറ്റാണോ പടം? ഹിറ്റായിരിക്കും. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ടോവിനോ? അടിപൊളി. മണിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. മണിയാണ് എല്ലാവരും നല്ലതാണ്. പിന്നെ അടിപൊളിയാണ് വേറെ ലെവൽ. എങ്ങനെയുണ്ട് പടം? പടം ഓവറോൾ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും നന്നായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡും നല്ല സൗണ്ട് എഫക്റ്റ്. പിന്നെ ആകെ ഒരു പ്രശ്നം വെച്ചാൽ 3D ഒരു ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നു. വന്നപ്പോഴൊന്ന് റീഫണ്ട് ചെയ്തത്. അത് കുറച്ചും കൂടെ ഒന്ന് ടൈം എടുത്തിട്ട് റിലീസ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതായത് 3Dയും കൂടെ എല്ലാം വന്നിട്ട് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഫാൻറ്റസി ഒക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു സ്റ്റോറി ലൈൻ നല്ലപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 3Dയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട്. 3D വന്നിട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒന്നുകൂടെ കാണാൻ തോന്നുന്നുണ്ട്. ആ 3 ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തു. 3 ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തു. ടോവിനോ വർക്കൗട്ടായി, നല്ലതായിട്ട് വർക്കൗട്ടായിരുന്നു. പിന്നെ ഉള്ളത് എനിക്ക് എന്ന് വെച്ചാൽ ടെക്നിക്കൽ സൈഡ് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മിക്സിംഗ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ള രീതിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായിരുന്നു. നിരാശപ്പെടുത്തിയിട്ടില്ല. എന്നെ ഇതുവരെയായിട്ട് നിരാശപ്പെടുത്തിയിട്ടില്ല. എന്നാലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ഫാന്റസി ഒരു രീതിയിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. നല്ലപോലെ വെക്കാനുണ്ട്. ഇത് മിക്കവാറും ഇത് പുറത്തെ ഓഡിയൻസിന്റെ അഭിപ്രായമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അതെ. അതായത് ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഇത് റിലേറ്റബിൾ ആണ്. കാര്യം നമ്മുടെ ഒരു കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പിലാണ് സ്റ്റോറി പോണത്. എന്നിരുന്നാലും ഇത് ഇനി വരാനുള്ളത് പുറത്തെ ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം കൂടെ, അവർക്കും കൂടെ ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആണെന്നുള്ളതാണ്. എനിക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. മുത്തശ്ശി കഥ പോലെയും കാണാം, വേണമെങ്കിൽ ത്രില്ലറായിട്ടും കാണാം, എന്ത് വേണമെങ്കിലും രീതിയിലും കാണാം. ഏകദേശം എല്ലാ ഓഡിയൻസിനും ആപ്റ്റാണ്. ഫാമിലി ഓഡിയൻസിനായാലും ഒരു ഇതുണ്ടായിരുന്നാലും ആപ്റ്റാണ്. തൂക്കുമായിരിക്കും. ഇനിയും വരാനുണ്ട്. 2-3 പടങ്ങളും കൂടെ ഉണ്ടല്ലോ. VFX ഒക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ടെക്നിക്കൽ സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. നന്നായിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നി. കാരണം ആ ഒരു മാത്രം മിസ് ചെയ്തു. ഞാനൊരു 3D നോക്കിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അവസാനം കിട്ടാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് കാണാൻ നോക്കാം 3Dയിൽ വന്നിട്ടും നോക്കാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ അവർ ഓൾ ഓവർ കേരള വന്നിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് അതേ അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ ഒന്ന് ലേറ്റ് ആക്കിയിട്ടാണെങ്കിലും 3Dയും കൂടെ വന്നിട്ട് ഒന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന്. കാര്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3Dയും കൂടെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ വിഷ്വലും ആ മോഹൻലാലിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രോയിൽ തന്നെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. നല്ല പടമായിരുന്നു. മണിയനെ ഇഷ്ടപ്പെട്ടു. മണിയൻ എന്ന ക്യാരക്ടർ എന്തോ മണിയൻ അടിപൊളിയായിരുന്നു. ടോവിനോ പെർഫോമൻസ് ഒക്കെ 3 ക്യാരക്ടറിൽ മണിയനാണ് കുറച്ചുകൂടെ ബെറ്റർ. 3 ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ട് തന്നെ നല്ല ക്യാരക്ടറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ്. കൊള്ളാം. എല്ലാം നന്നായിട്ട് കൊള്ളാം. നല്ല വർക്കാണ്.